തൃശ്ശൂർക്കാരൻ്റെ വികാരമായിട്ടുള്ള ഒരു കൂട്ടാനാണ് നേന്ത്രക്കായും ചെമ്മീൻ കൂട്ടാനും. പഴത്തിലും പിടിക്കലൊന്നുമില്ല കേട്ടാ, തനി നാടൻ തൃശ്ശൂർ സ്റ്റൈലിലാണ് ഈ ടൈപ്പ് കോളാമ്പി ഉണ്ട്. ഒരു അവസാനം നായകനും നായികയും മാത്രം ഇങ്ങനെ രക്ഷപ്പെട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വീഴും, ഒരു കിസ് ചെയ്യും. സോറി സാർ, പാറാവുകാരൻ ഒരു കൂട്ടാവല്ലോ. ആനൊക്കെ വേശിപ്പിനെ അതിജീവിക്കുന്ന ആളല്ലേ. അതെ അതെ. കയ്യിൽ ചെമ്മീനാണ്. മഴ പെയ്തു തുടങ്ങി. സരിത അവിടെ കൂട്ടാൻ വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നേന്ത്രക്കായും പിടിച്ചിരിക്കുകയാണ് കേട്ടാ. കണ്ട നേന്ത്രക്കായ തൃശ്ശൂർക്കാരൻ്റെ വികാരമായിട്ടുള്ള ഒരു കൂട്ടാനാണ് നേന്ത്രക്കായും ചെമ്മീൻ കൂട്ടാനും. ഇത് മെയിനായിട്ട് കൂടുതൽ വെക്കുന്ന കണ്ടിട്ടുള്ളത് സരിതയുടെ അമ്മ വെക്കുന്ന കണ്ടിട്ടാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇവിടെ വെച്ചിട്ടൊന്നുമില്ല എന്നാണ് ഓർമ്മ. അപ്പോൾ കാലാവസ്ഥ ഇതുവരെ ചുട്ട വെയിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ചാന്തുപൊട്ടിലത്തെ പോലെ ചെമ്മീൻ നന്നാക്കാൻ പോവുക. ഈ ചെമ്മീൻ കാണുമ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മറ്റേ ദിലീപിൻ്റെ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോഴവർ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല അല്ലേ? അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിക്കോ. ലിങ്ക് ഇട്ട് തരാന്ന്. ഈ ചെമ്മീൻ നന്നാക്കുമ്പോഴേ ഇതിൻ്റെ മുകളിലേ അല്ല ഞാൻ പറഞ്ഞതിൻ്റെ മോളികൂടെ ഒരു കറുത്തൊരു വര പോയിട്ടുണ്ടാവും. പിന്നെ നടു ഇങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെളി കണ്ട ഇങ്ങനത്തെ ഒരു സാധനം വലിച്ച ചിലപ്പോൾ പൊട്ടിപ്പോരും. ശരിക്കും ഇങ്ങനെ മുറിച്ചിട്ട് കളയാം. വലുതുകൾക്കുള്ളോട്ടാ, ചെറുതിനല്ലേ അഴുക്കില്ല. ചെമ്മീൻ ആര് നന്നാക്കണ്ടെങ്കിൽ ആ ചാന്തുപൊട്ടിലത്തെ ആ ഭാഗം ആളുകൾക്ക് ഓർമ്മ വരുമായിരിക്കില്ല കുറേ പേർക്ക് അല്ലേ. ഇത് ഞാൻ തൊലി മാത്രം കളയണ്ടെങ്കിൽ വേഗം വേഗം കഴിയും. ഞാൻ തൊലി കളയാം ചേട്ടാ, ഈ സാധനം കളയും. ആ കളഞ്ഞ ചെമ്മീൻ നന്നാക്കാൻ എന്തോരം പാത്രങ്ങൾ വേണ്ട? 4 പാത്രങ്ങൾ ഒരേ സമയം വേണം. നന്നാക്കി കൊടുത്തിട്ട് വേണം എനിക്ക് അവിടെ ആ സാധനത്തിന് കട്ട് ചെയ്യണമെങ്കിലേ. ഈ സാധനത്തിന് അയ്യോ അത് അതിലില്ല എന്നുകൊണ്ട് അതില്ലേ ഒരു 5-6 എടുത്ത് വെച്ചേ. കുറച്ച് എനിക്ക് സമയം കിട്ടുമ്പോൾ ആക്കാമല്ലോ. ചിലർക്ക് ചില ആളുകളൊന്നേ ഈ ചെമ്മീൻ്റെ ഇതൊന്നും കളയില്ലേ. അപ്പോൾ ഒന്നും വയറ്റിൽ വേദന എടുക്കുക ആളുകൾക്ക്. അത് മാത്രല്ല കേട്ടാ, ചെമ്മീൻ കുറെ പേർക്ക് അലർജി ഉണ്ട്. ചുണ്ടും കണ്ണും മുഖമൊക്കെ വീർക്കും, ശ്വാസം കിട്ടാണ്ടാവും, അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമുള്ളവരുണ്ട്. തോട് സംബന്ധമായിട്ടുള്ള മീനുകൾ കഴിക്കുമ്പോൾ കക്ക നടുകൊണ്ട് മുകളിലേക്കാണ്ട് ഒരു കീറ് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വൃത്തിയാവും. അത് ഞാൻ ചെളി അത്രയ്ക്ക് ചെയ്യാണ്ടി തരുക. ഉപ്പിട്ടിട്ടൊന്നേ എന്നിട്ടൊന്ന് കഴിയാൻ മതി വൃത്തി. നീ എന്തൊരു വാണം വെച്ച പോലെ ആക്കണത്. തോടുകളെ സുഖ. അതെ, എന്നിട്ട് തോട് കളയൽ എളുപ്പമാണ്. ആ മറ്റേ ഇത് കളയലാണ് മുകളിലത്തല്ലേ. അപ്പോൾ തന്നെയാ ഇങ്ങനെ ആക്കട്ടെ. മഴ ഓ നമ്മുടെ ചെമ്മീൻ തൊലി പൊളിക്കൽ കഴിഞ്ഞു. മഴ തുള്ളി ഇറങ്ങിട്ടാ വരട്ടെ. ഉപ്പിട്ടിട്ട് കഴുകാം സരിതേ. ഉപ്പെടുക്കാം. അയ്യോ എൻ്റെ തലയിൽ വെള്ളം. ഇത്ര നേരം മഴ പെയ്തില്ല അല്ലേ? നമ്മളകത്തിരിക്കുമ്പോ ഈ മഴക്ക് നാണാവില്ലേ? ഇങ്ങോട്ട് നീങ്ങിട്ടാക്കാം. ഇതിലേക്ക് കല്ലുപ്പിട്ടെ. അങ്ങനെ വലിയൊരു പണി കഴിഞ്ഞു ഞങ്ങളുടെ. ഇതിനെ ഞാരുകളുണ്ട് ചെമ്മീൻ. പണ്ട് കാലത്ത് ഞാൻ ചെമ്മീൻ തിന്നില്ലേ, ആദ്യം ചെമ്മീൻ ഇവിടെ വാങ്ങിക്കും, ബാക്കിയുള്ള എല്ലാവരും കഴിക്കും. അപ്പം ഞാൻ അമ്മയച്ഛനും പറയും ഇത് കഴിക്കണം നല്ലതാണെന്ന് പറയും. അപ്പം എനിക്കിത് കാണുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുഴുക്കളെ പോലെ തോന്നാം. ഞാൻ പറയും അയ്യേ പുഴു പോലെ സാധനം എന്ന് പറയും. എന്നിട്ട് ഒരു തവണ അങ്ങനെ കൂട്ടാൻ വെച്ചപ്പോൾ അന്ന് കൂട്ടാൻ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു 2-3-4 വീതം കിട്ടുള്ളൂ. കാരണം അംഗങ്ങൾ കുറേ ഉണ്ട്. 100 ചെമ്മീനാണ് വാങ്ങിക്കുക. ബാക്കിയുള്ള മീനുകളൊക്കെ 250 ഗ്രാം അരറാത്തലെന്ന് പറയും. അതൊക്കെ വാങ്ങിക്കുമ്പോൾ ചെമ്മീൻ വാങ്ങിക്കുന്നത് 100 ഗ്രാമാണ് ആളുകൾ വാങ്ങിക്കുക. 50 ഗ്രാം 100 ഗ്രാമൊക്കെ വാങ്ങിക്കുക. അതിലാണ് 75 ഗ്രാം തോടും തലയൊന്നും കളയിലായിരിക്കില്ലേ? തലയൊക്കെ ഇങ്ങനെ തന്നെയാണ് വൃത്തിയാക്കിയിട്ട് തന്നെ തരാം. എന്നിട്ടേ അപ്പം നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരാൾക്ക് 2-3 എണ്ണാക്കി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു വട്ടം കഴിച്ചപ്പോഴാണ് നിർബന്ധിച്ച് അച്ഛനും അമ്മയും പറഞ്ഞിട്ട് കഴിച്ചപ്പോഴാണ് ഇതിന് നല്ല രുചികരമായ സാധനമെന്ന് മനസ്സിലായത്. അപ്പം അവർക്ക് തോന്നിയിട്ടുണ്ടോ നിർബന്ധിച്ച് കഴിപ്പിക്കണ്ടായിരുന്നു? ഓരോരുത്തർ 2 കഷ്ണം വീതം കൊടുക്കുന്നത്. കൈ കഴിയിട്ട് തുടങ്ങാറ്. അപ്പം നമുക്ക് നിനക്ക് ആവശ്യമുള്ള ചെമ്മീൻ എടുത്തേ ഒരു പാത്രത്തിലേക്ക് ഇട്ട്
ആവശ്യത്തിനുള്ള എടുക്കുക. ഭയങ്കരമായിട്ട് അധികം വേണ്ടട്ടാ, കായിടുന്നതാണ്. അത്ര മതി അത്ര മതി അത്ര മതി അത്ര മതി. അത്രയും ചെമ്മീൻ കൂട്ടാൻ വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ചെമ്മീൻ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും നമ്മൾ ആദ്യം നമ്മൾ ചാനൽ തുടങ്ങിയ ടൈമിൽ ഒരു ജയശ്രീ ചേച്ചീൻ്റെ ആയിരുന്നു ഗുരുവായൂരുള്ളത്. ആ ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ള ഒരു സിമ്പിൾ ചെമ്മീൻ ഫ്രൈ ഉണ്ട് കേട്ടോ. അത് ചെയ്യാനാണ് നമ്മളിത് ഇങ്ങനെ ആക്കിയത്. കാണിച്ചു തരാം. സിമ്പിൾ സാധനം, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. ജയശ്രീ ചേച്ചി മരിച്ചുപോയി, ഗുരുവായൂരിലെ ജയശ്രീ ചേച്ചി മരിച്ചുപോയി. ആള് നമുക്ക് വേറെ മെയിനായിട്ട് റോസ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതൊക്കെ നമ്മൾ കുറേ റെസിപ്പികൾ ആളുടെ ചെയ്തിട്ടുണ്ട്. ആൾക്ക് നമ്മുടെ വീഡിയോയിൽ വരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ എന്നിട്ട് അങ്ങോട്ട് വരാമെന്ന് പറയുന്ന ദിവസങ്ങളിലൊക്കെ ആൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും അസുഖമാവും, അല്ലെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ആൾ പറയാം അയ്യോ ഇവിടെയൊക്കെ വൃത്തികേടായി എടുക്കാം, ഞാൻ ക്ലീൻ ആക്കട്ടെ ഏട്ടാ, എന്നിട്ട് ഞാൻ പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞ് നീണ്ടുപോയി ആള് മരിച്ചുപോയി. പ്രായത്തിൻ്റെതായ കുറേ അസുഖങ്ങളുണ്ടായിരുന്നു കേട്ടോ. ലിവറിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, കുറേ ഇതുകളുണ്ടായിരുന്നു. പിന്നെ ആളുടെ ഒരു റിലേറ്റീവാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത്. ചേട്ടാ കുറച്ച് ഉപ്പിടുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. മഞ്ഞൾപ്പൊടിയും ഉപ്പും പരത്തി വെക്കണം. അതേ സരിതാ നീയേ കൂടുതലെടുത്ത് വെച്ചു കൂട്ടാ. അതിലേ ഈ സാധനമായിരിക്കും ടേസ്റ്റ് കൂടുതലേട്ടാ. അപ്പം അതിൽ നിന്ന് എടുത്തു ആവശ്യത്തിന്. അപ്പം ചേട്ടനല്ല എന്നോട് പറഞ്ഞ എൻ്റെ ആവശ്യത്തിനുള്ള എടുക്കാൻ. അപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള എടുത്തു. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ്റെ ആവശ്യത്തിനുള്ള എടുത്താൽ മതിയായിരുന്നില്ലേ, ബാക്കി ഞാൻ കൂട്ടാനിലിട്ടേനെ. അങ്ങനെ ആക്കി വെച്ചു. സാരില്ലേ അതിൽ നിന്ന് എടുത്തപ്പോ കുറച്ച് മതി കൂട്ടാനിലേക്ക്. പിന്നെ വേറെ വർത്താനം പറയരുത് കേട്ടാ. അപ്പൊ അതിൽ നിന്ന് കൂട്ടാനിലിടുമ്പോൾ ഈ ആവശ്യത്തിന് വേണമെങ്കിൽ എടുത്തോ. ഞാനേ എനിക്കിവിടെ പണിയുണ്ട്. തീ കത്തിച്ചേരണ. തീ കത്തിച്ചിട്ട് നമുക്കിവിടെ പണികളുണ്ട് കേട്ടാ. സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ പണികൾക്ക് വേണ്ടിയിട്ട്. വഴറ്റിലും പിടിക്കലൊന്നുമില്ല കേട്ടാ. തനി നാടൻ തൃശ്ശൂർ സ്റ്റൈലിലാണ് ചെമ്മീനും കായും വെക്കാൻ പോണേ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചുമന്നുള്ളിയും ഇഞ്ചിയും ചതച്ചു കൊടുത്തു. ഇതിൽ വെളുത്തുള്ളി ഒന്നും ഇടില്ല. കായും ചെമ്മീനും വെക്കുമ്പോഴേ ഈ നേന്ത്രക്കായ തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ ഇടാറ്. എന്നിട്ട് ഈ തൊലി പയറും കൂട്ടിയിട്ട് വെക്കും. കായത്തൊലിയും പയറും വെക്കും. കാലത്തോടെ ഈ സമയം വരെ കഴിച്ചു പോണത് ഒരു നേന്ത്രപ്പഴം ഒരു കാപ്പിയാണ് കഴിച്ചത്. അതായിരുന്നു എനിക്ക് വയറിനൊരു എന്താ പറയുക, നമുക്ക് ഇതൊന്നും കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ഇരിക്കും കൂളായിട്ട്. പക്ഷേ ഏട്ടനെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ സംഭവങ്ങളാണ്. ഒരു നേന്ത്രപ്പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൈത്തണ്ടേരല്ല, ചേട്ടൻ്റെ കൈത്തണ്ടേര വലിപ്പമുള്ള നേന്ത്രപ്പഴവും ഒരു കാപ്പിയും കുടിച്ചതൊന്നും ചേട്ടനൊന്നുമല്ല. അപ്പം അതിലേക്കുള്ള ഉള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചു, കായൊക്കെ അരിഞ്ഞു. അപ്പം ഇനി നമുക്ക് തുടങ്ങാം. ഉള്ളിഞ്ചി ചതച്ചതും പച്ചമുളക് കീറിയതും വേപ്പലയും അതിലേക്കിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് മൊത്തം ഒന്ന് മിക്സാക്കിയിട്ട് ചെമ്മീൻ വേവ് വളരെ കുറവാണല്ലോ, ഒരൊറ്റ തളം മതിയല്ലോ വേവാൻ. അത് കാരണം ചെമ്മീൻ പിടണ്ട. നാളികേരപ്പാലൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച്. അയ്യോ കുടപ്പുളി എടുക്കാൻ മറന്നു. ഒരു മിനിറ്റ് ഇട്ടാ, ഞാൻ കുടപ്പുളി എടുത്തിട്ട് വരാം. ഇതിലേക്ക് നാളികേരപ്പാൽ ഒഴിക്കുക. ഒരു നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലൊക്കെ കൂടിയതാട്ടത്. ഉപ്പിട്ടിട്ടില്ല കേട്ടാ. പിന്നെ കുടപ്പുള്ളി വിടണം. ഇത് അടുപ്പത്ത് വയ്ക്കാം. ചെമ്മീൻ ഇവിടെ വയ്ക്കേണ്ട സ്ഥലത്ത് ഞാൻ അടുപ്പിൻ്റെ അവിടെ കാരച്ചിരി ഉറുമ്പുകൾക്ക് കുനിയൻ ഉറുമ്പല്ലേ. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ചൂട് കിട്ടുമ്പോൾ അവരോട് വരില്ല. ഇവിടെ ഇരിക്കട്ടെ, ഞാൻ കുടപ്പുള്ളി എടുത്തിട്ട് വരാട്ടാ. കുടപ്പുള്ളി ഇട്ട് കൊടുത്തു കൂട്ടയിൽ. പിന്നെ തിളക്കട്ടെ നല്ലോണം. തിളയ്ക്കുമ്പോൾ ഉപ്പിട്ടിട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഈ അടുപ്പ് ഞാൻ കത്തിക്കുന്നുണ്ട്. ഇത് അടുത്തത് നമ്മുടെ ചെമ്മീൻ, മറ്റേ ജയശ്രീ ചേച്ചിയുടെ ചെമ്മീൻ വയ്ക്കണ്ടേ. വെയിൽ നല്ല ചൂടുണ്ട്, എന്നാലും ഈ ചൂടത്ത് പണിയെടുക്കാം. എന്തായാലും നമ്മൾ ഈ ഇഷ്ടിക അവിടെ വെച്ചു. ഇനിയിപ്പോൾ ഇതിനൊക്കെ വയ്ക്കാൻ പോകണം. അപ്പം ഇവിടെ ഇതും തന്നിട്ടുള്ള മാവും തെയ്യൻ ഇട്ടതൊക്കെ. അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ നമുക്ക്
നമ്മുടെ പൂന്തോട്ടം വളരെ മനോഹരമായി വരുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കുറേ കിട്ടി കഴിഞ്ഞു. നല്ല വെയിലാട്ടാ. ഈ വെയിലത്ത് ഇത് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ ചേട്ടന്? വെയിലാറിയിട്ട് ഉച്ച തിരിഞ്ഞിട്ടാ അല്ലെങ്കിൽ നാളെ രാവിലെ നേരത്തെ എങ്ങനെ ചെയ്തൂടെ? അങ്ങനെ വാശി അങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാര്യറി എന്തേലും ചെയ്. അവനൊക്കെ നല്ല വളർച്ചയിട്ടാ. സരിത ഇപ്പുറത്തെ തീ പിടിഞ്ഞാ ഏയ് തീ പിടിപ്പി. ചിലവർ പറയണതേ ഇത് 2 നീളം വയ്ക്കാം സരിത. ചിലവരേ പറയണതേ 2 നീളം വയ്ക്കാൻ നോക്കിയാൽ ഇത് ഇപ്പൊ നമ്മള് ഒരെണ്ണല്ലേ വെക്കുന്നുള്ളോ, അതിന് പകരം 2 വെച്ചിട്ട്. വേണ്ട വേണ്ട. അപ്പൊ എന്തോരം സ്ഥലം പോവാ, പിന്നെ ബാക്കി പുല്ല് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതിന് ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോയില് കാണുമ്പോ ഇവിടെ കൊറേ സ്ഥലമുള്ള പോലെ തോന്നുന്നുണ്ടാവേ. അതന്നെ നേരിട്ട് കാണുമ്പോഴല്ലേ അധികം സ്ഥലം ഇല്ല. ഇന്നലെ അവിടെ കുറെ വെച്ചു കണ്ട. ഒരു ഓരപ്പോന്തന്നെ ഇരകളുണ്ട കണ്ട. നമ്മുടെ ജൈവതായ എൻ്റെ സൂചനയാണ്. ജൈവം എന്നല്ല പറയാൻ പറ്റില്ല, ജൈവം എന്ന് പറയാൻ പറ്റില്ല. ഇതിന് രാസവളം ഇടുന്നുണ്ടല്ലോ. പക്ഷെ നല്ല വലിപ്പമുള്ള ഇരകളുണ്ട്. പുറം പൊളിയുന്ന ചൂടാണ് ഇപ്പോൾ. അങ്ങോട്ട് പൊക്കറേ സെറ്റായി കണ്ട. അടിപൊളി. ഞാനേ ഈ ചെടിയുടെ തലക്കാളെ കളയാൻ പോകും. കണ്ട ചാഞ്ഞിട്ട് കണ്ട വലിപ്പം കൂടിയിട്ടാ. അന്ന് അവര് ഇവിടെ വെട്ടുമ്പോ അത് വെട്ടാൻ പറഞ്ഞപ്പോ ചേട്ടനല്ലേ പറഞ്ഞ അത് വെട്ടില്ലാന്ന്. ഇനിയിപ്പോ അത് വലുതായി കണ്ട. അന്ന് ഞാൻ പറഞ്ഞതല്ലേ. നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട് എനിക്ക്. ഇതിന്റെ ഒപ്പം അതും കൂടി വെട്ടി നിർത്താന്ന്. അപ്പേ ഇത് വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. അല്ല നിറയെ പൂവുണ്ടായിരുന്നു. ഇതിന്റെ തണ്ടുകൾ ആർക്കെങ്കിലും വേണച്ച് കൊടുക്കായിരുന്നു കുഴിച്ചിടാനായിട്ട്. തണ്ട് കുഴിച്ചിട്ടുണ്ടാവോ അത്? അതുണ്ടാവായിരിക്കും. ഇതേ കണ്ട നല്ല ഭംഗിയുള്ള കോളാമ്പി പൂവ കണ്ട. നോക്കി എന്തൊരു ഭംഗിയുള്ള പൂവാന്ന് നോക്കി കണ്ട. ഈ ടൈപ്പ് കോളാമ്പി പൂവ കണ്ടുണ്ടാവും. മൂത്തു മുന്നേ അവരെ കൊണ്ട് തന്നെ വെട്ടിപ്പീണ്ടതായിരുന്നു. വൃത്തിക്ക് വെട്ടിയാനെ. ഈ സാധനത്തിന് മൂർച്ചയില്ല. ചേട്ടൻ ചെയ്യണൊക്കെ ചതയുള്ളോ? ഇല്ലില്ല, ഞാനിത് വെട്ടാറ്. കറക്റ്റ് കട്ടാവും അത്. കണ്ട നല്ല വലിപ്പുള്ളതാ തണ്ടുകളെ കണ്ട. അവര് ശാരപര തന്നെ അങ്ങോട്ട് കലക്ക്. അവരെ നല്ല മൂർച്ചയല്ലേ. അല്ല ഇത് തീ കത്തിച്ചിട്ട് എന്തുട്ടിനാന്ന് ചട്ടിയടപ്പത്ത് വയ്ക്കണം. ആ ചട്ടിയിലത്തെ ചെമ്മി എടുത്തിട്ട് വേറെ മറ്റേ നീ കൊണ്ടുവന്നൊരു പാത്രല്ലേ അരിക്കാക്ക്. എന്നിട്ട് ചട്ടിയടപ്പത്ത് വയ്ക്കി. ചട്ടി കഴുകണ്ടേ? കഴുകിക്കോ. കമ്പോസ്റ്റ് കൊണ്ടുവരാം കണ്ട. ഈ സാധനം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. നമ്മളിത് കമ്പോസ്റ്റ് കൂടി കൊണ്ടുവരാപ്പോൾ വെയിലിൻ്റെ ചൂട്, മഴക്കാരായി വെയിലിൻ്റെ ചൂട് സഹിക്കാൻ പറ്റില്ല. ഇന്നലെ സാരിതേര അച്ഛനമ്മയും ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. സ്കൂട്ടറേ നമ്മുടെ ഗോസായില്ലേ, മറ്റേ നമ്മുടെ തൃശ്ശൂരത്തിൻ്റെ മുമ്പുള്ളത് മുണ്ടുപാലത്തിൻ്റെ അവിടുത്തെ, പെട്ടെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്കൂട്ടറിൻ്റെ ചക്രം സ്റ്റക്കായി നിന്നു. പെട്ടെന്ന് വീണു. അമ്മ ഇങ്ങനെ വീണു അല്ലേ, മറിഞ്ഞു. ഫ്രണ്ട് ചക്രാണ് പെട്ടെന്ന് സ്റ്റക്കായത്. പിന്നെ ഭയങ്കര സ്ലോവിലായിരുന്നു അവർ. അത് ഭാഗ്യം. അപ്പോൾ അച്ഛൻ്റെ നെഞ്ചാണ് കൂടുതൽ വേദന എടുക്കണേ. മറ്റേ ഇതിവിടെ ഫ്രണ്ടിലെ ഹാൻഡിലിൻ്റെ അവിടെ ഇടിച്ചിട്ടുണ്ടാവണം. എവിടേക്ക് ഇടിച്ചേ, എങ്ങിന്തൊട്ടുണ്ടായേ, എങ്ങനെയാ ഉണ്ടായെന്നൊന്നും അവർക്ക് രണ്ടുപേർക്ക് ഓർമ്മയില്ല. സെക്കൻഡുകൾക്കുള്ളിൽ കഴിഞ്ഞു. അച്ഛനവിടെ ഇടിച്ച് അച്ഛൻ വീണു. അച്ഛൻ്റെ മുകളിൽ കൂടെ അമ്മ തെറിച്ച് 3-4 മറിച്ചിൽ മറിഞ്ഞ് അമ്മയും റോഡിൽ വന്ന് വീണു. പിന്നെ വലിയ വണ്ടികളൊന്നും ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഡെലിവറിയാ. ശരിക്കും ഭയങ്കര ഭാഗ്യമുണ്ട്. അധികമൊന്നും ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ല. അമ്മയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വേദനയുണ്ട്. എവിടേക്ക് ഇടിച്ചതെന്നൊന്നും അറിയില്ല. ഇടിച്ച് വീണ ഭാഗത്ത് ഒക്കെ മൊത്തത്തിൽ ഇങ്ങനെ വേദനയുണ്ട്, സൈഡ് മൊത്തം. അച്ഛന് മുട്ടിൻ്റെ മുകളിൽ ഇത് ഇത്ര കൊണ്ടൊരു മുഴ. ഞാൻ ഇന്നലെ ജിമ്മിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അറിഞ്ഞേ. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് അപ്പം തന്നെ ഞങ്ങൾ പോയി. രാത്രി വൈകുന്നേരം 6:30 സമയത്താണ് ഉണ്ടായത്. ഭയങ്കര തിരക്ക്. എത്ര വണ്ടികള് നിർത്താണ്ട് നമുക്ക് റോഡ് മുറിച്ച് കിടക്കാൻ പറ്റില്ല, അങ്ങനത്തെ റോഡാ.
ഇറങ്ങി കഴിഞ്ഞിട്ടാണേ. അപ്പൊ ഈ ഇറങ്ങിയിട്ട് അത്രയും സ്പീഡിലെ വണ്ടികൾ വരുന്നുണ്ടാവാ. ഭാഗ്യന എന്തായാലും വലിയ ഇത് വരാനുള്ളത് ഈ ചെറുതില് ഒതുങ്ങിന്ന് വിചാരിക്കാം. അവിടെ ഉണ്ടായിരുന്നു ആൾക്കാരും എല്ലാവരും ഓടിക്കൂടി. തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർ വന്നിട്ട് അമ്മേനെ കൊണ്ടുപോയി വെള്ളമൊക്കെ കൊടുത്ത് കുറച്ച് സമയം അവിടെ ഇരുന്ന്. എന്നിട്ട് അച്ഛൻ വിചാരിച്ച സ്റ്റാൻഡ് തട്ടാണ്ടേ സ്റ്റാൻഡ് എവിടെയെങ്കിലും ഒരഞ്ഞിട്ട് അങ്ങനെ വീണാന്ന് വിചാരിച്ചേ. പിന്നെ വന്നോരൊക്കെ എടുത്ത് വണ്ടി നോക്കിയപ്പോഴാണ് വണ്ടി അനങ്ങണില്ല. പിന്നെ വർഷാപ്പിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നപ്പോ ബ്രേക്ക് ജാമായതാ. ഈ ഇന്നത്തെ മനോരമ പേപ്പറിലെ ഒരു മറ്റേ നമ്മുടെ ഇതുണ്ടാവില്ലേ, മറ്റേ ഒരു സാരോപദേശം എന്നല്ല പറയാം, എഡിറ്റോറിയൽ പേജിന്റെ ഇന്നത്തെ ചിന്താവിഷയം അതിലുള്ള ഒരു ഇതിനുണ്ട്. ഒരു അച്ഛനും മകനും കൂടിയിട്ട് കഴുതപ്പുറത്ത് ആ ദൂരദേശത്ത് പോയിട്ട്. ഒരു മിനിറ്റ് ഇതില് ഞാൻ ചെമ്മീനിടാട്ടാ. അത്ര മതി. അപ്പൊ വളരെയധികം അപ്പൊ ആ ബാക്കിലെ ചെമ്മീനായിരിക്കാണ് മിക്സ് ചെയ്ത് കിട്ടും. അതങ്ങനെ അതൊന്ന് മിക്സ് ചെയ്യട്ടെ. ഒരേ അച്ഛനും മകനും കൂടിയിട്ട് വളരെ ദൂരത്തേക്ക് പോയിട്ട് എന്തൊരു കച്ചവടം നടത്തിയിട്ട് ഇങ്ങോട്ട് പോരായിരുന്നു. ഒരു കഴുതപ്പുറത്താണ് വരുന്നത്. കഴുതേരെ പുറത്ത് ബാണ്ടക്കെട്ടായിട്ടാണ് അവർ വരുന്നത്. കഥ കേട്ടിട്ടുണ്ട? ഇന്നത്തെ വായിച്ചല്ലേ ചേട്ടൻ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കഴുതയ്ക്ക് പെട്ടെന്ന് കാലിനൊരു ഉളുക്ക് പറ്റി അതിന് നടക്കാൻ പറ്റാണ്ടായിപ്പോൾ അച്ഛൻ പറഞ്ഞു അത് നല്ലതിനായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ കഴുതേനെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഇവർ ഈ ബാണ്ടക്കെട്ടും ചുവന്നാണ്ട് നടക്കണത്. അപ്പോൾ കുറേ ദൂരം നടന്നപ്പോൾ അച്ഛൻ എന്തിട്ടോ ഒരു ചെറിയൊരു പരിക്ക് പറ്റി. അപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാം നല്ലതിനായിരിക്കും. അപ്പോൾ മോൻ ഇങ്ങനെയുടെ ഒരു ഇത് അച്ഛൻ പറയുന്നത് എന്തിട്ട് നല്ലതിന് ഇതൊക്കെ നമുക്ക് ചോന്ന് വരല്ലേ. അങ്ങനെ കുറച്ച് ദൂരം പോയിപ്പോൾ ഈ മകൻ്റെ കാലിന്മേ എന്തുട്ടാണ്ട് കയറി. അപ്പം അവനും നടക്കാൻ പറയാൻ. അപ്പോൾ അവൻ അച്ഛനോട് പറഞ്ഞു ഇതും നല്ലതിനായിരിക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് യാത്ര പുറപ്പെടാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് വിശ്രമമൊക്കെ ചെയ്തിട്ട് പിന്നെ ഇത് മാറിക്കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോകാൻ പറ്റില്ലോ. അവിടെ ചെന്നപ്പോഴുണ്ട് ഇവരെ ഗ്രാമം മുഴുവൻ ഒരു ഭൂകമ്പത്തിൽ തകർന്നു, കംപ്ലീറ്റ് തകർന്നു കിടക്കുന്നു. അപ്പോൾ ഇവരും മരിച്ചാണ്. അപ്പോൾ എല്ലാം നല്ലതിനായിരുന്നു എന്ന് പറയുന്നതേ. അല്ലാന്ന് മരിച്ചിട്ടുണ്ടാവും. ഇവർക്ക് ഭാഗ്യം കിട്ടി. ഇപ്പൊ നമ്മളിപ്പോ ഓരോ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ നായകനെയും നായികരെയും പിന്നെ കുറച്ച് അവരെ കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടല്ലേ മറ്റേ ഈ ലക്ഷക്കണക്കിന് ന്യൂയോർക്ക് നഗരം തകരുമ്പോൾ നമ്മൾ കാണുന്നത് ഇവർ രക്ഷപ്പെടണേന്ന് മാത്രം ഇവർ ഓടി മാത്രം കാണിക്കുക. ബാക്കി അവിടെ കോടാനുകോടി ജനങ്ങളുണ്ട്. അവരെ വല്ലവരും കാണിക്കുന്നുണ്ട്. അവരെ ഭാവി എന്താണ്, അവരെന്തൊക്കെയാണ്, അവർ ഇതിനും വലിയ ദുരിതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. എത്രയോ ഇംഗ്ലീഷ് സിനിമകളുണ്ട്. എന്നിട്ട് അവസാനം നായികയും മാത്രം ഇങ്ങനെ രക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വീഴും. അങ്ങനെ 2 പേരും ഒരു കിസ് ചെയ്യും. ഇതെല്ലാം കണ്ടിട്ടുള്ളത് അല്ല. അങ്ങനെ പോകുമ്പോഴല്ലേ ഒരു കഥ ഉണ്ടാവുള്ളൂ. അതുപോലെയാണ് ഈ സംഗതി. സിനിമയാകുമ്പോ നമുക്ക് കൊണ്ടുപോകണല്ലോ. കേന്ദ്രീകരിക്കാൻ 2 പേര് 2-3 പേര് വേണ്ടേ. അപ്പൊ അവരിലേക്ക് കേന്ദ്രീകരിച്ച് ബാക്കിയുള്ളവരുടെ കാര്യം എന്തോരം പേര് ലോകത്ത് മരിക്കുന്നു. ഏത് കാര്യമല്ല. അത് കഥ എഴുതുമ്പോൾ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു 50,000 പേരുണ്ട്. 50,000 പേരെ കഥ ഈ മനോരമ ഈ കുഞ്ഞു പേജിലാണ് എഴുതാൻ പറ്റുമോ ഓരോരുത്തർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ? സോറി സാർ, ഞാൻ അറിയാണ്ട് എന്തോ പറഞ്ഞു പോയി. ഞാൻ അടുത്തിന് കളക്കട്ടെ. ഇത് ചെയ്തോ. ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേ. അത് നീ ചെയ്തോ. അപ്പൊ നമ്മുടെ ജയശ്രീ ചേച്ചിയുടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ പോണട്ടാ. അരിക്ക് എന്തോരം ഒഴിക്കണം വെളിച്ചെണ്ണ? പറഞ്ഞെങ്കിൽ ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ടോക്കിയേനെ. ഞാൻ ചോദിച്ചിട്ട് സാധനങ്ങൾ ഞാൻ പറയും. അതിന്റെ അടിയിൽ മൂടി വെച്ചിട്ടുണ്ട്. പെരിഞ്ചീരകം എടുത്തോ. പെരിഞ്ചീരകം ആദ്യം ഇടണ്ടേ? പെരിഞ്ചീരകം പൊട്ടണം കുറച്ച്. അവിടെ വെച്ചോ. ഇതെല്ലാം ഇവിടെ വെച്ചോ. ഇതെങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് പെരിഞ്ചീരകം, ഇഞ്ചി ചതച്ചത്, കുറച്ച് ചുവന്നിട്ട് ഇങ്ങനെ ഒരു പിടിയുണ്ട്, പിന്നെ ഒരു സബോള അരിഞ്ഞത്, വേപ്പില, പച്ചമുളക്, ഉപ്പ്. ഇത്ര സാധനങ്ങൾ ഇതിന് വേണ്ട കേട്ടോ. വെളുത്തുള്ളി വേണ്ട അല്ലേ? വെളുത്തുള്ളി വേണ്ട. വെളുത്തുള്ളിന്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് കേട്ടോ. അത് മൂക്കട്ടെ. അത്ര ഇട്ടാ മതി. മറ്റേ അത് മൂക്കട്ടെ. അല്ല വെളിച്ചെണ്ണ മൂക്കട്ടെ. അത് തീ കത്തണം എന്നാലും ശരിയുള്ളോ. വെളിച്ചെണ്ണ കായട്ടെ. 2 ആളുകൾക്ക് മനസ്സിലാവില്ല നമ്മൾ പറയുന്നത്. ആ തീ കുഴലെടുത്തേ. കുഴല് കത്തി. അവരെന്നിട്ട് ഇന്ന് വൈകുന്നേരമായ കാരണം പിന്നെ ഡോക്ടറെ അടുത്തൊന്നും പോയില്ല. പിന്നെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. വല്ല എല്ലിന് എന്തെങ്കിലും പറ്റിയതായിട്ടേ. അത് കാരണം കൊണ്ട് പിന്നെ ഇന്ന് രാവിലെ പോവാന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ വിളിച്ചപ്പോൾ കാലത്ത് എണീറ്റപ്പോൾ അച്ഛന് നന്നായി കുറഞ്ഞിട്ടുണ്ട്. കാലിൻ്റെ മുട്ടുമ്മ ഇത്രയ്ക്കൊരു മുഴ പോലെ ഉണ്ടായിരുന്നു.
മൂവാണ്ടം മാങ്ങ ഇരിക്കണ പോലെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ. അപ്പൊ അത് നന്നായിട്ട് അമങ്ങിണ്ട്. പിന്നെ കാലിന്റെ തള്ളവിരലിന്റെ ഇവിടെ ആയിട്ട് അതിങ്ങനെ വണ്ടി ഇങ്ങനെ ഇതായപ്പോ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ഒരഞ്ഞു പോയിട്ടാൻ തോന്നുന്നുണ്ടേ. തള്ളവിരലിന്റെ നഖത്തിന്റെ താഴത്തായിട്ട് അത്യാവശ്യം ഒരാഴത്തിലൊരു മുറിവുണ്ടായിരുന്നു. അപ്പൊ അത് ഒക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ നെഞ്ചത്തെ വേദനയൊക്കെ അച്ഛന് കുറവുണ്ട്, അമ്മയ്ക്കും വലിയ വേദന ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. വേദനയുണ്ട് അമ്മയ്ക്ക്, മേലാകെ വേദനയുണ്ട്. അപ്പൊ മുറിവെണ്ണയൊക്കെ പരത്തി അച്ഛൻ മുറിവെണ്ണ ഇന്നലെ അത് വീട്ടിൽ എത്തിയ വശം തന്നെ പരത്തിന്ന് പറഞ്ഞു മുട്ടുമ്മ. അപ്പൊ അമ്മയും ഇനി മുറിവെണ്ണയൊക്കെ പരത്തി അത് കുറഞ്ഞോളും എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. വേറെ എവിടെയും നീരാ അങ്ങനെയൊന്നുമില്ല. മാംസമൊക്കെ ചതഞ്ഞുണ്ടാവും. അതിപ്പോ നമ്മള് വെറുതെ നടന്നു പോകുമ്പോഴത്തിൽ വീണാലും നമുക്കത് ഇടിച്ച സ്ഥലം കുറച്ച് 2 ദിവസത്തേക്ക് ഒരു വേദന ഉണ്ടാവല്ലോ, അതുപോലെ ശരീരമൊക്കെ ആകെ ഒരു വേദന. അങ്ങനെ ഇതാല്ലേ. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇടണം. ഞാൻ ഓരോന്നോരോന്നില്ല കേട്ടോ. നോക്കിയേ, ക്രമം പറഞ്ഞുതരാം. തരുത് നോക്കിയേ, നോക്ക്. ഇതിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സവാള ഇടാം, അതിൽ പച്ചമുളക് ഇടാം, ഇതിടാ ഒക്കെ മൂക്കണം. ഇങ്ങനെ ഇടായിക്കൊണ്ടിരിക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ചെമ്മീടാം. വേറെ ഒന്നുമില്ലേ? മഞ്ഞൾപ്പൊടി ഒന്നുമില്ലേ? മഞ്ഞൾപ്പൊടിയും ഉപ്പും വെച്ചിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടില്ല. മുളക് പൊടി ഒന്നും ഇടില്ല. ഒന്നുമില്ല. ഇത് പച്ചമുളകാണ് എരിവ്. ശരിയാ, ഭയങ്കര കുരുമുളക് കൂലിയ. ഞാൻ ഓർമ്മയുണ്ടത് അന്ന് നമ്മള് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ വീട്ടില് പോയപ്പോ വീട്ടില് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സാധനം. വെറുതെ ശരിയാ. പിന്നെ നമ്മള് ഉണ്ടാക്കിയിട്ടില്ല. ആ സമയത്തൊക്കെ ഉണ്ടാക്കി തുടങ്ങു. 5-6 കൊല്ലം മുന്നേ കടാന്നോളൂ അല്ലേ? 6 കൊല്ലൊക്കെ ഉണ്ട്. ചുമന്നുള്ളിട്ട് ഉള്ളി വല്ലാണ്ട് പാടണ്ട. അരിക്ക് തന്നെ ഉള്ളിരിക്ക് തന്നെ ഇതേ ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് സബോളയില്ലേ. ചേട്ടൻ തന്നെ അത് ചെയ്തോ? അല്ല, എനിക്ക് പണികളുണ്ട്. ഞാൻ എന്തൊക്കെ പണി? അതിന് ചുറ്റും മണ്ണിടലും അത് വെച്ചിട്ട് കട അത് പിന്നെ ചെയ്താ പോരെന്ന്? വെയിലാറിയിട്ട് ഈ വെയില് തന്നെ ചെയ്യണ? ഞാൻ തന്നെ ചെയ്യാം. ഇവിടെ എന്തിട്ട് ചൂട് കയർത്ത് കുളിക്കുക. അതാ പറഞ്ഞത്. എനിക്ക് പച്ചമുളക് ഇടാം. വെറുതെ ഒന്ന് വാടി കഴിഞ്ഞിട്ട് പച്ചമുളക് ആയിട്ടില്ലല്ലോ. അതാ ഒന്നും വേണ്ട, പച്ചമുളക് ഇടാലോ. ഇനിയൊക്കെ സമാധാനായിട്ട് മതി. ഞാൻ ചെയ്തോളാം. പൊക്കോ ഞാൻ തന്നെ ചെയ്തോളാം. വേണ്ട ചെയ്തോ. അതിനെ പറഞ്ഞ ഞാൻ ചെയ്തോളാന്ന്. പൊക്കോ, പണി നോക്കിക്കോ. ഞാൻ പറയാൻ പോയത് ഞാൻ തന്നെ ചെയ്യാന്നാണ് പറഞ്ഞത്. അവിടെ തെറ്റിപ്പോയി. തീ കത്തിക്കണം കേട്ടോ. തീ അടുപ്പേ ഈ മഴക്കാലം ഒരു ലക്ക് കെട്ട മട്ട. ഇത് കറയില്ലേ കൂട്ടാൻ? അതൊന്ന് വെളിച്ചെണ്ണ തെളിയട്ടെ. നാളേരപ്പാലിന്റെ കാരണം കൊണ്ടേ ചെറുതീയിൽ കിടന്നിട്ടൊന്നാവട്ടെ. അത് നന്നായി കുറുകി കൂട്ടാൻ നല്ല കുറുകി വന്നിട്ടുണ്ട്. കണ്ട നല്ല ഭംഗിന്റെ കൂട്ടാൻ. കായും കൂടി ഇട്ടിട്ടുള്ള കാരണം കൊണ്ട് കട്ടി ഉണ്ടാവും. കായ്ക്ക് ഒരു കട്ടി ഉണ്ടാവില്ല. ഇത് ഭയങ്കരമായിട്ട് ആവുന്നു വേണ്ട. കാരണം ഈ ചെമ്മീൻ ഇട്ടിട്ട് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യാ. അപ്പൊ അത് ആവും കുറെ കഴിയുമ്പോ. മനസ്സിലായി? പക്ഷെ അത് വളർന്നതിന് ശേഷം ഇടുമ്പോ വരുന്ന ടേസ്റ്റും ഇതിന്റെ ഒപ്പം കിടന്ന ആവണന്റെ ടേസ്റ്റും വ്യത്യാസം. അങ്ങനെ ചെയ്യാൻ എങ്ങനെ തന്നെ ഇത് ഒരുവിധാവണം. ഭയങ്കരമായിട്ട് ആവണ്ടാന്ന്. പൊക്കോ, പണിയെടുക്കാൻ പോണില്ലേ? ഒടുക്കത്തെ വെയിലവിടെ കടക്കാൻ പറ്റില്ല. മഴ പെയ്യുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇടയ്ക്ക് ഞാൻ വേർത്ത് ഇതിൽ തുള്ളികൾ വരുന്നുണ്ട് എന്റെ മുഖത്തോടെ. ആരെങ്കിലും പറയണ്ട വെയിലത്ത് ചെയ്യാനായിട്ടോ. ഒക്കെ ചേട്ടൻ തന്നെ ചെയ്യണം. ചെയ്യല്ലേ എന്ന് പറഞ്ഞാലും പോവും. എന്നിട്ട് വെയിലാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും ചെയ്യും. എന്തുട്ട് നീ മനുഷ്യനെ ഞാൻ ചെയ്യാ ദൈവമേ. ഞാൻ എങ്ങോട്ട് പോണം? ഇവിടെ നിക്കണോ അങ്ങോട്ട് പോണം? ചേട്ടനാ വാതുക്ക് പാറാവുകാരൻ ഒരു കൂട്ടാവല്ലോ. ഭയങ്കര കൺഫ്യൂഷനിലായി. അവിടെ നിന്നോ, അങ്ങോട്ടും പോണ്ട ഇങ്ങോട്ട് കയറും വേണ്ട. നമ്മുടെ കൂട്ടാനെ കറയെ കായ്ക്കപ്പഴി തുണി എടുത്തില്ലേ, മറന്നുപോയി. ഞങ്ങള് കടലാസ് കൊണ്ട് എടുക്കാണ് കേട്ടാ. കട്ടിയില്ലേ? തുണ്ട് വെള്ളം തിളപ്പിച്ച് ചോദിക്കാട്ടാ. എന്താ കായുള്ള കാരം കൊഴുകൊഴുന്ന് തന്നെ ഇരിക്കും കൂട്ടാൻ. ഭയങ്കര കട്ടിയായ കൊട്ടയ. അല്ല, അത് രസം ഉണ്ടാവില്ല. ഇത്തിരി കുറച്ച് ലൂസാവണം. ഭയങ്കര കട്ടിയായി കഴിഞ്ഞാല് കാച്ചില്ലേ, ഉള്ളി കാച്ചതിന്റെ പിന്നെ അവർ തുണ്ട് വെള്ളം തിളപ്പിച്ച് ചോദിക്കും. അത്ര ഉള്ളു. ചേട്ടന് വിശക്കുണ്ട് ഇല്ലേ? വിശക്കുന്നില്ലേ? ഞാനൊക്കെ വിശപ്പിനെ അതിജീവിക്കുന്ന ആളല്ലേ. അതെ. ഇത് ഈ കാച്ചി കഴിഞ്ഞാൽ ഇത് അടുത്ത് അപ്പുറത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടോ. മൂക്കാൻ ടൈം എടുക്കും, അല്ലെങ്കിൽ പച്ചമണം എടുക്കും. വേപ്പില ഇട്ടോ, കിടന്നോട്ടെ.
വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ചെമ്മീൻ വിഭവമാണ് കേട്ടത്. വീട്ടിലുള്ള സാധനം അല്ലാണ്ട് പിന്നെ അല്ല, വീട്ടിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ ഇത് വെച്ചുകൊടുത്തോണ്ടിരിക്കണേ തട്ടെ തേങ്ങ ഈ വിറകില് മുട്ട വിറകില് അതൊരു നനവ് പോയിണ്ട്. അതിന് ഇതെടുത്ത് വെച്ച വേണമെങ്കിൽ ഇതിലേക്ക് ഇനി വിറകിന്റെ ആവശ്യമൊന്നുമില്ല. ഉള്ളി കാച്ചാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാട്ടാ. നമ്മുടെ മറ്റേ ചെമ്മീൻ കൂട്ടാനില്ലേ, ചെമ്മീനും കായും ആയിരിക്കും. എന്തോരം വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കണില്ല ഒരു ദിവസം കൂട്ടാന്. പക്ഷെ എത്ര വെളിച്ചെണ്ണ നമ്മുടെ 3 പേരെ ശരീരത്തിലേക്കല്ലേ ചെല്ലണേ, അതോ ഒറ്റടിക്കല്ലല്ലോ, 3 പ്രാവശ്യം കേട്ടല്ലേ. ഉള്ളി അതിൽ നല്ല തീയ അത് വേണമെങ്കിൽ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കണം. ഇത് കഴിയുമ്പോൾ അത് വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് എടുത്ത് വയ്ക്കാൻ വേണമെങ്കിൽ അത് പ്രതിക്കും ഇത് പ്രതിക്കായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇത് തിരുവനന്തപുരം ചട്ടി ഇത്തിരി ഇറങ്ങിയിരിക്കും. അപ്പോൾ അപ്പുറത്തേക്ക് അതിലാണല്ലോ നല്ല തീ. അത് പറഞ്ഞിട്ട് കാര്യമില്ലേ, ചട്ടി ഇതിനെ കൂടുതൽ ഇറങ്ങിയിരിക്കുന്നു. ഇത് കണ്ടോ, നമ്മുടെ ഉള്ളി ഭയങ്കരമായിട്ട് ആവണ്ട, ഒരു ലെവലിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെമ്മീൻ നമ്മുടെ പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇടാട്ടാ. ഏത് മഞ്ഞളും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത ഇനി ഇതിലൊക്കെ ഇടുന്നിട്ട് ആവാണ് ചെയ്യുക. ഇതൊന്നിട്ടാവാനുള്ള ഇത് വേഗം വേവണ സാധനല്ലേ ചെമ്മീൻ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയാണ് അതിൻ്റെ രീതി. ഓർമ്മയില്ല. ഇപ്പം അതൊക്കെ ഞാൻ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഒരു സ്വല്പം ഉപ്പ് കൂടി ചേർക്കണം നമുക്ക്. വേപ്പിലിരുന്നു ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇങ്ങോട്ട് ആവശ്യമില്ല. അല്ല അതാണ് വെള്ളം തിളപ്പിച്ച് ഒഴിക്കാനാ. എനിക്ക് ഇത് ആവശ്യമുണ്ട്. ഏതാ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒഴിക്കണ്ട കേട്ടോ കൂട്ടാനല്ലേ. ഈ വെള്ളം തിളയ്ക്കാനായിട്ട് വിറക് വേണം. ഓല കൂടി എടുത്തേക്ക് ചട്ടിയില് ഫ്രൈ ആവില്ലേ പെട്ടെന്ന്. ഈ വിറക് എടുത്തച്ചോട് കൂടി ഇതിലുണ്ടായിരുന്ന തീയും പോയാ. അത് ഞാൻ ചട്ടിയിലെ ഫ്രൈ ആവില്ല, എളുപ്പമല്ല. ചേട്ടനൊരു കാര്യം ചെയ്യും, ആ കൂട്ടാൻ കൂടി ചോറിന് ഇതില് ഫ്രൈ ആവില്ല പെട്ടെന്ന്. ഇരുമ്പിന്റെ ചീഞ്ചിരിയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആവും. അപ്പൊ ഇത് അരിക്കാക്കത് അത് അത്രയുള്ള കുറച്ചല്ലേ ഉള്ളൂ. അതായിരിക്കും തിളച്ച് കഴിഞ്ഞാൽ അത് മാറ്റാം. തിളച്ച് തുടങ്ങിയില്ല. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പിന്റെ വ്യത്യാസം ഉണ്ടാവുമോ? പച്ചവെള്ളമല്ലേ, ചൂടുവെള്ളമല്ലേ. ഇനി വീണ്ടും ഇതിന് കട്ടിയാവും, കുറച്ചുകൂടി കട്ടിയാവും. ഇനി നമ്മുടെ ഈ ചട്ടിയിലേ ഇത് ഇന്ന് ഫ്രൈ ആവില്ല. അപ്പം ഇതിന് എടുത്തിട്ട് എനിക്ക് തട്ടാൻ പോകട്ടെ. ഞാൻ അത് അടപ്പത്തിട്ടുണ്ട്. ഇങ്ങനെ മെല്ലെ മെല്ലെ ആകുമ്പോൾ ഇന്ന് 5 മണിയായാലും ചോറിനാൻ പറ്റില്ല, കഴിയില്ല. ഇത് എനിക്ക് തട്ടാൻ പറ്റും നിനക്ക്? ഇന്ന് ഇളക്കാനുള്ള ബുദ്ധിമുട്ടില്ല, കുറച്ചല്ലോ. ഈ കയ്യിലുകൊണ്ട് ഇളക്കില്ലെന്ന് മാത്രം, ടീസ്പൂൺ കൊണ്ട് ഇളക്കുള്ളൂ. കഴിക്കപ്പോഴേക്കും തുണിയെടുക്കാതെ കാരണം കൈ പൊള്ളി. മതി, ഇനി മറ്റേ ടീസ്പൂൺ കൊണ്ട് എടുക്കാം. അതവിടെ ആവട്ടെ, എന്നിട്ട് അത് ടേസ്റ്റ് ചെയ്യണ ക്ലിപ്പ് പിന്നെ എടുക്കാം. ചേട്ടൻ ചോറുണ്ടോ? ശരി. ചേട്ടൻ ഇന്നത്തെ ദിവസത്തിൽ ആകെ 2 നേന്ത്രപ്പഴവും ചായയും വെള്ളം മാത്രമല്ല കഴിച്ചിട്ടുള്ളൂ. ഇതെങ്ങനെയാണ്ട് നോക്കിയാൽ ഇങ്ങനെയാണ്ട് ഇളക്കിയാൽ മതി. കണ്ട, ഇങ്ങനെ ഇളക്കി ഫ്രൈ ആക്കി എടുക്കാം. ഇരുമ്പിൻ്റെ പാത്രത്തിലാകുമ്പോഴേ ശരിക്കാവും. ആ ചട്ടിയിൽ ഇത് ചട്ടിയുടെ ഉള്ളിൽ നനവുണ്ടാവും. അത് ഒരു കാലത്താവില്ലേ, മുന്നേ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഒരുവിധം വലിഞ്ഞാൻ ഇതിലത്തെ വെള്ളമാക്കി. ചോറിനല്ലേ, ചോറ് സരിത കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ചോറ് ഞാൻ കയ്യിൽ നിന്ന് കേട്ടെ. ചോറിടാനാ ചോറിനി അല്ല, ഇതിലേക്ക് കൂട്ടാനിട്ടെ. ജഗോ, ചെമ്മീനും കൂട്ടി ചോറിനാണെങ്കിൽ വേണമെങ്കിൽ വന്നോ. ചെമ്മീനും കായും അത് ഇട്ടിട്ടില്ലേ? കഷ്ണമൊന്നും വേണ്ട. കഷ്ണം വേണ്ടേ? ഞാൻ ചോറിന് ചേട്ടൻ എന്താ ഒരു സമാധാനം കിട്ടാൻ. എനിക്ക് സമാധാനക്കേടൊന്നുമില്ല. എനിക്കിതൊരു സമാധാനക്കേട് ചേട്ടനല്ല, ഞങ്ങൾക്കാണ് സമാധാനക്കേട്. ചേട്ടൻ കാരണം എന്തുട്ട് പരസ്പര ബന്ധമില്ലാണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ചോറുണ്ട് കഴിഞ്ഞ ഒരാശ്വാസം കിട്ടും. ഭയങ്കര ചൂട്. നല്ല രസം എടുക്കുന്നൊരു കൂട്ടാ. അത് ഇങ്ങോട്ട് എടുത്ത് വെച്ചപ്പോൾ ഇതിലത്തെ തീ പോയി.
എന്താ ഇട്ട് അപ്പുറത്തേക്ക് കത്തുണ്ട്. ചെറുതായിട്ട് തീ പോരെ? ആ ഇളക്കി കൊടുത്തോണ്ടിരുന്നാ പോരെ? കായ്ക്ക് ഭയങ്കര ചൂട്. ഏ കായ കഷ്ണത്തിന് ഭയങ്കര ചൂടുന്നു. അതായത് നല്ല കൂട്ടാനത്. ചോറ് കൂട്ടി തിന്നല്ലേ ഈ മട്ടരി ചോറ് കൂട്ടി തിന്നാൻ ഭയങ്കര രസമാണ്. പപ്പടം കൂടി വേണം. പപ്പടം കാച്ചണ ഇനി കാച്ചതുകൊണ്ടാ. അയ്യോ പപ്പടം നേരത്തെ കാച്ച. ഞാൻ അത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പപ്പടം കാച്ചണം. ചെമ്മീൻ കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെമ്മീല്ലേ? അല്ല കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചോറ് കൂട്ടി അടിക്കാൻ. പണ്ട് പറഞ്ഞ തിരുവനന്തപുരത്ത് ടൂറ് പോയിട്ടേ അന്ന് ചെമ്മീൻ കൂട്ടാനൊന്നും ആരും കണ്ടിട്ടില്ലേ. ഇപ്പോഴെന്നല്ല 1979 അപ്പോൾ കോവളത്ത് അവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്നുള്ള ടൂറ് പോയിട്ട് ഒരു ഹോട്ടലിൽ നിന്നപ്പോൾ സ്പെഷ്യലായിട്ട് ചെമ്മീനാണ്. ചെമ്മീൻ കൂട്ടാണ്ട്. അപ്പോൾ ആരാണ് ഇപ്പോൾ ചെമ്മീൻ കൂട്ടാൻ ഓർഡർ ചെയ്തു. അപ്പോൾ രണ്ട് ഇങ്ങനത്തെ 2 ചെമ്മീനും വന്നത് ചാറും വന്നു. ബില്ല് കണ്ടപ്പോൾ ആ ടൂറ് പോകേണ്ട കാശ് മുഴുവൻ അവിടെ കൊടുക്കേണ്ടി വന്നു. അത്ര ഭയങ്കര ബില്ലായിരുന്നു. അന്ന് ചെമ്മീനൊക്കെ ഭയങ്കര ചെമ്മീൻ കൂട്ടാനൊക്കെ ഭയങ്കര വില എന്തുകൊണ്ട്. ഇപ്പോൾ പിന്നെ അത്രയ്ക്ക് വിലയില്ല എന്നുകൊണ്ട്. നമ്മൾ വാങ്ങിക്കാറില്ലല്ലോ. അല്ല ഇപ്പോൾ ചെമ്മീൻ വ്യാപാരി ചെമ്മീൻ കൃഷി ചെയ്യുന്നുണ്ടല്ലോ. അന്ന് അതൊന്നും ഇല്ല എന്നുകൊണ്ട്. ആ അടിപൊളി കൂട്ടാട്ടാ. അത് അങ്ങനെയാണ് ഫ്രൈ ചെയ്ത് തരാം. അപ്പം നമുക്ക് നിർത്താം. അല്ല ഇനി ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ക്ലിപ്പ് എടുക്കാം. ഞാൻ ചേട്ടനോട് മര്യാദയ്ക്ക് പറഞ്ഞത് ഈ കൂട്ടാൻ മാത്രം വെച്ചാൽ മതി, ഇത് അതിൻ്റെ ഇടയിൽ ചെയ്യാൻ നിൽക്കണ്ടെന്ന്. അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഇടയിൽ ഇതും ചെയ്യണം, മറ്റേ അത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ കുറേ സാരല്ലേ. അപ്പം ഞാൻ അത് ചോറിനാട്ടാ. അതന്നെ. അപ്പോൾ നമുക്ക് നിർത്താട്ടാ. അപ്പോൾ അടിപൊളി കൂട്ടാനാണ്. അത് അതുപോലെ ഫ്രൈ ചെയ്താണ്ട് ആക്കാം. വേറെ ഒന്നും ചെയ്യല്ലേ. അടിപൊളി സാധനം അത്.